നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തത് മിക്സഡ് ആയിട്ടാണ്. ഡൗ ജോൺസ് 0.94%, S&P 500 0.34% മൈനസ് ആയിട്ടും, അതുപോലെ നാസ്ഡാക്ക് 0.16% പ്ലസ് ആയിട്ടുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അമേരിക്കയിലെ നോൺ ഫാം പേറോൾ ഡേറ്റ വന്നിരുന്നു. 41,000 ജോബ് അഡീഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷയിലും താഴെയാണ് ഈ ഡേറ്റ ഓപ്പൺ ആയത്. ഒരുപക്ഷെ ജനുവരി 29 തീയതി ഫെഡിന്റെ മീറ്റിംഗിൽ കൂടുതൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫെഡ് തയ്യാറാകും എന്ന തരത്തിലുള്ള ഒരു ഒപ്റ്റിമിസം മാർക്കറ്റിൽ ഉണ്ട്. മറ്റൊന്ന് റിലേറ്റഡ് സ്റ്റോക്കുകളിൽ എൻവിഡിയ, ആൽഫബറ്റ് എന്നീ സ്റ്റോക്കുകളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈങ് കണ്ടിരുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ നാസ്ഡാക്കിനെ പോസിറ്റീവിലേക്ക് നയിച്ചത്. JP മോർഗൻ, ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഒരു സെല്ലിംഗ് കണ്ടത് S&P 500 ഓൾ ടൈം ഹൈ കട്ട് ചെയ്തെങ്കിൽ പോലും അത് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസവും മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്ന് പറയാമെങ്കിൽ പോലും മാർക്കറ്റ് ഒരിക്കലും അതിനോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇത്രയധികം പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഒരു കറക്ഷൻ ഉണ്ടായേനെ. കഴിഞ്ഞ ഫിനാൻഷ്യലി ഏതാണ്ട് 2 ലക്ഷം കോടിയിലധികമാണ് ഇന്ത്യയിൽ നിന്ന് FIs സെല് ചെയ്തതായിട്ട് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇന്നലെ ഇന്ത്യയിലെ GDP എസ്റ്റിമേഷൻ വന്നിരുന്നു 7.4 ആണ് 2026 പറയുന്നത്. ഇതൊരല്പം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസുകളാണ്. ഇനി മറ്റൊന്ന്, ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ജർമ്മനിയുടെ ഫാക്ടറി ഓർഡർ ഡേറ്റയുണ്ട്, യൂറോപ്പിന്റെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയുണ്ട്. യുഎസിന്റെ ഭാഗത്തുനിന്ന് വീക്ക്ലി ജോബ് ക്ലെയിം ഡേറ്റ, US ട്രേഡ് ബാലൻസ് ഡേറ്റ, അതുപോലെ ന്യൂയോർക്കിന്റെ ഫെഡ് 1 ഇയർ ഇൻഫ്ലേഷനെ പറ്റിയുള്ള ഒരു പ്രൊജക്ഷൻ, അതൊക്കെ മാർക്കറ്റിനെ ഒരു ഇൻഫ്ലേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഡേറ്റകളാണ് ഇതെല്ലാം. അതുപോലെ ഫെഡിന്റെ ബാലൻസ് ഷീറ്റ്, ഇത്തരത്തിലുള്ള ഡേറ്റകളാണ് ഇന്ന് US നിന്ന് വരാനിരിക്കുന്ന. അതുപോലെ തന്നെ US റഷ്യയുടെ ഫ്ലാഗ് ഉള്ള ഒരു എണ്ണ ടാങ്കർ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നു. അതിന്റെ അവാദവുമായിട്ട് റഷ്യ രംഗത്തുണ്ട്. ഇത് വീണ്ടും ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷന് കാരണമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇപ്പോൾ തായ്വാൻ, ചൈന, അത്തരത്തിലൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോഷ്യസ് ആയിട്ടുള്ള ഒരു നിലപാട് നമ്മൾ എടുക്കേണ്ട ഒരു സമയമാണ്. അത് കൂടാതെ തന്നെ സെൻകോ ഗോൾഡ്, കല്യാൺ ജുവൽസ് എന്നിവയുടെ എല്ലാം ഗൈഡൻസ് വളരെ പോസിറ്റീവ് ആയിട്ടാണ് വന്നത്. Q3 റിസൾട്ടിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അവർ പറയുന്നുണ്ട്. അതേ തുടർന്ന് സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതുപോലെ ടാറ്റ സ്റ്റീലിന്റെ ഗൈഡൻസും വളരെ മികച്ചതാണ്. ടാറ്റ ELXE, അതുപോലെ ടാറ്റ ടെക് എന്നിവയിൽ JP മോർഗൻ സ്റ്റോക്ക് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് 10% സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് 2026 ലിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. സിപ്ലയെ സംബന്ധിച്ചിടത്തോളം USന്റെ FDA ഒരു വാണിംഗ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഇന്നലെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിരുന്നു. ടാറ്റ പവർ 6,675 കോടി രൂപയുടെ ഒരു 10 മെഗാവാട്ടിന്റെ പ്രോജക്ട് ആന്ധ്രയിൽ തുടങ്ങുന്നു. ഇനി ഇന്ത്യൻ സാമ്പത്തിക അടിത്തറ അതിശക്തമാണെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട്. 6.8% ആണ് അവർ 2027 പറയുന്നത്. അതുപോലെ തന്നെ താരിഫ് ഏർപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അതിന്റെ സാധുത സംബന്ധിച്ച് ഒരു സുപ്രീം കോടതി വിധി വരാറുണ്ട്. അത് വെള്ളിയാഴ്ച വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണം, വെള്ളി വിലയിൽ ഒരു തിരുത്തൽ ഉണ്ടാകുന്ന സിറ്റി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായിട്ട് ട്രംപ് സൈനിക നടപടിയിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. അപ്പൊ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.